ഇന്ത്യയിലെ ടോപ്പ് 5 ജ്വല്ലറി ബ്രാൻഡുകളിലൊന്നായ കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്കിൽ തുടർച്ചയായ സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 25% കറക്റ്റ് ആവുകയും തുടർച്ചയായ 8 ട്രേഡിംഗ് സെഷനുകളിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 6% ഇടിഞ്ഞു. മികച്ച ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് നൽകിയതിനു ശേഷമാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്കിൽ വന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിൽ പല കാരണങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം കമ്പനിയിൽ നടന്ന IT റെയ്ഡും രണ്ടാമത്തേത് കമ്പനിയുടെ ഇൻവെൻ്ററി ഓവർ വാല്യൂഷനുമാണെന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു. അതേസമയം കല്യാൺ ജുവലേഴ്സിൻ്റെ ഇന്ത്യയിലോ പുറത്തോ ഉള്ള ഒരു ജ്വല്ലറി ഷോറൂമുകളിലും IT റെയ്ഡ് നടന്നിട്ടില്ല എന്നും ഇൻവെൻ്ററി ഓവർ വാല്യൂഷനിലാണെന്നുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെ പറയുകയുമുണ്ടായി. പിന്നീട് വന്നൊരു പ്രധാന സംശയം ഏതെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് നടത്തുന്നു എന്നുള്ളൊരു സംശയമായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വരികയുമുണ്ടായി. മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കല്യാൺ ജുവലേഴ്സിലുള്ള ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില ഫണ്ട് മാനേജേഴ്സിന് ബ്രൈബ് നൽകി കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയറുകളിൽ ഡംപിംഗ് നടത്തുന്നു എന്നുള്ളൊരു ആരോപണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നത്. മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തു. മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രീതിയിൽ സർക്കുലേറ്റ് ആകുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ പുറത്തു വരുന്ന വാർത്തകളിൽ പലതും ബേസ്ലെസ് ആണ്. കമ്പനി അതിൻ്റെ ട്രാൻസ്പെറൻസിയും റെപ്യൂട്ടേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നത്. അതുപോലെ തന്നെ കല്യാൺ ജുവലേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇതിന് സമാനമായ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ മാനേജ്മെൻറ്റും പറഞ്ഞിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റോക്കിൽ യാതൊരുവിധ ഡംപിംഗ് അല്ലെങ്കിൽ പമ്പ് ആൻഡ് ഡംപ് ആക്ടിവിറ്റിയിലും ഇൻവോൾവ്ഡ് അല്ല എന്നുള്ള ഒരു കമൻട്രിയാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്ക് തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ നേരിടുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സത്യമാണ്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം സ്റ്റോക്ക് 26% കറക്റ്റ് ആവുകയും ചെയ്തു. 300 രൂപയിൽ നിന്നും 500 രൂപയിലേക്ക് ഉയരുകയും അവിടെ നിന്നും 800 രൂപയിലേക്ക് ഉയർന്ന് ഇൻവെസ്റ്റേഴ്സിന് 651% റിട്ടേൺ നൽകിയ കല്യാൺ ജുവലേഴ്സ് ഒരാഴ്ച കൊണ്ട് 800 രൂപയിൽ നിന്നും വീണ്ടും 500 രൂപയിലേക്ക് എത്തുകയും സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിടുകയും ചെയ്യുന്നു. കല്യാൺ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഏകദേശം 41% റവന്യൂ ഗ്രോത്താണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. മികച്ച ക്വാർട്ടർ 3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടും മാർക്കറ്റ് വോളറ്റിലിറ്റി നേരിടാൻ കല്യാൺ ജുവലേഴ്സിന് സാധിക്കുന്നില്ല. കമ്പനിയുടെ പ്രീവിയസ് ക്വാർട്ടറിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു. സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 4000 കോടിയിൽ നിന്നും 6000 കോടിയിലേക്ക് ഉയർത്താനും 130 കോടിയുടെ പ്രോഫിറ്റ് നേടാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 5% കമ്പനി രേഖപ്പെടുത്തുകയും ചെയ്തു. ROE 15.2%, ROCE 14% 4550 കോടി രൂപയുടെ കടബാധ്യതയുള്ള കമ്പനിക്ക് 3328 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വരുന്ന ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റുകളിലോ അല്ലെങ്കിൽ വരുന്ന ബിസിനസ് അപ്ഡേറ്റുകളിലോ ഇതുമായി ബന്ധപ്പെട്ട പിക്ചർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത പുറത്തു വരും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 16.37% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 13.58% സ്റ്റേക്ക് ഹോൾഡിങ്ങും പ്രൊമോട്ടേഴ്സിന് 62.85% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 7.21% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് കല്യാൺ ജുവലേഴ്സിലുള്ളത്. ഇനി മോത്തിലാൽ ഒസ്വാളുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാകുന്നതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം മോത്തിലാൽ ഒസ്വാളിന് കല്യാൺ ജുവലേഴ്സിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡിങ്ങിൻ്റെ 55% ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് മോത്തിലാൽ ഒസ്വാളാണ്. അതുകൊണ്ടാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ സൈഡിൽ നിന്നും വന്ന സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ ഈ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില ഫണ്ട് മാനേജേഴ്സിനെ സ്വാധീനിച്ച് സ്റ്റോക്കിൽ ഡംപിംഗ് നടത്തുന്നു എന്നുള്ള ആരോപണം സോഷ്യൽ മീഡിയയിൽ ശക്തമായത്. കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓൺ സൈഡ് സെല്ലിംഗ് ആണ് സ്റ്റോക്കിൽ കാണുന്നത്.
മികച്ച ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടും കൂടാതെ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിട്ടും കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്ക് തുടർച്ചയായ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. 500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് തന്നെയാണ്. 500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിന് മറ്റൊരു പ്രധാന സപ്പോർട്ട് വരുന്നത് 480 ആണ്. 480 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 335 അടുത്ത ഡൗൺ സൈഡിലെ ടാർഗറ്റായി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ കല്യാൺ ജുവലേഴ്സിൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ലെവൽ 625 എന്ന ലെവലാണ്. 625 എന്ന ലെവൽ വരെ അല്ലെങ്കിൽ 625 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. സ്റ്റോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബൈയിങ് വരികയാണെങ്കിൽ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡ് ആയിരിക്കും 625 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ തുടരുന്നത്. 625 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്ക് സ്റ്റേബിളായെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ 480 സപ്പോർട്ടുണ്ട്. 480 സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 350 എന്ന പ്രീവിയസ് സപ്പോർട്ട് സോണിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെ താൽക്കാലികമായി ഒഴിവാക്കാം. സ്റ്റോക്ക് സ്റ്റേബിൾ ആയതിനു ശേഷമോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ കൃത്യമായ ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷമോ മാത്രം കല്യാൺ ജുവലേഴ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ ശക്തമാണ്. 1000 രൂപയിൽ നിന്നും ഇടിഞ്ഞ് സ്റ്റോക്ക് 795 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് അത്ര വലിയ ഡിസ്കൗണ്ടിൽ ലഭ്യമല്ല. അതേസമയം 600, 550, 500 തുടങ്ങിയ സോണുകളിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അട്രാക്റ്റീവ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്